ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇടുക്കി ജില്ലയിലെ കുളമാവിനടുത്തുള്ള നാടുകാണി പവലിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്ന അശോക ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്നും ഏകദേശം 12 കിലോമീറ്ററോളം ഉണ്ട് നാടുകാണി പവലിലേക്ക്. ഞാൻ മൂലമറ്റം ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വലത്തേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞത്. തൊടുപുഴ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് അശോക ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് തിരിയേണ്ടത്. ഇടത്തേക്ക് തിരിഞ്ഞ് തൊടുപുഴ പുളിയമ്പല പാതയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ ഭാഗത്തുള്ളതിൽ വെച്ച് അത്യാവശ്യം ഒരു നല്ല റോഡാണിത്. ഇതുവരെ ആരും കുത്തിപ്പൊളിക്കാനൊന്നും വന്നിട്ടില്ല. ഈ ഇട സൈഡിൽ കാണുന്നതാണ് സുശീല ചേച്ചിയുടെ കട. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേമസ് ആയിട്ടൊരു കടയാണിത്. ഇവിടുത്തെ ഊണാണ് ഫേമസ്. ഞാൻ 2 വർഷം നാടുകാണി ITI പഠിച്ച സമയത്ത് സ്ഥിരം പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. കുറേ നാൾ ബസ്സിന് പോയി, പിന്നെ ബൈക്ക് എടുത്തു, പിന്നെ ബൈക്കിനായിരുന്നു യാത്ര. 2 വർഷം യാത്ര ചെയ്തു. ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് ഇതിലെ. ഇതുവരെ മടുക്കാത്തൊരു വഴി കൂടിയാണിത്. ഈ ഒരു വളവ് ഇച്ചിരി പ്രശ്നമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ നടക്കുന്നുണ്ട്. 2 വളവുകൾ അടുപ്പിച്ചടുപ്പിച്ചാണ്. ഒരു വളവ് തീർന്ന് അടുത്ത വളവ് തുടങ്ങുവാണ്. അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹെയർ പിൻ വളവുകൾ തുടങ്ങുവാണ്. ഇതാണ് ആദ്യത്തെ വളവ്. ഇതുപോലത്തെ 12 വളവുകളും പിന്നെ അതുകൂടാതെ ചെറിയ വളവുകൾ വേറെയും. ഇതെല്ലാം താണ്ടിയാലാണ് നാടുകാണിയിലെത്താൻ പറ്റുക. ആദ്യത്തെ ഈ വളവ് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് കുരുതിക്കളം എന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ വെള്ളിയാമറ്റം, പൂച്ചപ്ര തുടങ്ങിയ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. ഈ കുരുതിക്കളത്ത് തന്നെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും ഒരു ഓഫീസും ഉണ്ട്. ഈ ഫോറസ്റ്റ് ഓഫീസ് പുതുതായിട്ട് പണിതതാണ്. ഇത് പണിത കൂടെ തന്നെ ഒരു LED ബോർഡ് കൂടെ വെച്ചിരുന്നു. അത് ആദ്യം കുറച്ചാൾ കത്തി, ഇപ്പം അത് കത്തുന്നില്ല. ഇവിടുന്ന് മുൻപോട്ട് പോയി കഴിയുമ്പോഴാണ് ഇടത് സൈഡ് താഴെയായിട്ട് കുരുതികളും ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഉള്ളത്. ഇവിടെ മുതൽ മുൻപോട്ട് വഴിയുടെ പല ഭാഗത്തായിട്ട് ഞാവൽ മരങ്ങളുണ്ട്. ഞാവലിൻ്റെ സമയം കഴിയുമ്പം റോട്ടിൽ കൂടെ നിറച്ച് ഞാവൽപ്പഴമായിരിക്കും. ഞങ്ങൾ ഇഷ്ടംപോലെ പെറുകിയിട്ടുണ്ട്. ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേനും വഴിയുടെ വലത്ത് ഭാഗത്തായിട്ട് കുറേ മരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നട്ടുവെച്ചിട്ടുണ്ട്. കൂടുതലും മഹാഗണിയാണ്. ഇത് അടുത്തതായിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്. റീൽസുകളിലും പല പല വീഡിയോകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡിന് നടുക്കൊരു കിണർ. ആ കിണർ ഈ വഴിക്കാണ്. ഇതാണ് ആ കിണർ. ചില ബസ്സുകാർ കയറി വരുമ്പോൾ റോങ് സൈഡ് കയറിയാണ് ഈ വളവ് തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരിക. എല്ലാ വളവിലും കൃത്യമായിട്ട് പരസ്യ ബോർഡുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. TV-യിലും ഫോണിലും പത്രത്തിലും പരസ്യം ചെയ്യുന്നത് കൂടാതെയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ എത്തുന്നത് തുമ്പിച്ചിയിലേക്കാണ്. നല്ല ഫേമസ് ആയിട്ടുള്ള തുമ്പിച്ചി കുരിശുപള്ളിയാണ് നമ്മുടെ ഈ വലത്ത് സൈഡിലുള്ളത്. തുമ്പിച്ചി പള്ളിയിലേക്ക് ഇവിടുന്ന് ഒരു 200 മീറ്ററോളം നടന്ന് കയറാനുണ്ട്. വണ്ടി കയറി പോകത്തില്ല, നടന്ന് തന്നെ കയറി പോകണം. തുമ്പിച്ചിപ്പള്ളിയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. റോഡിൻ്റെ പല ഭാഗത്തായിട്ട് വാഗമരങ്ങൾ പൂത്തു നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ എത്തുന്നത് കരിപ്പിലങ്ങാട് എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു ഭാഗം വെള്ളിയാമറ്റം പഞ്ചായത്തും ഒരു ഭാഗം അരക്കുളം പഞ്ചായത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കറിയാം. ഇവിടെ വരുമ്പോഴാണ് മെയിനായിട്ട് കാലാവസ്ഥ വ്യതിയാനം അറിയാൻ പറ്റുന്നത്. താഴേക്ക് ചെറിയ മഴയുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. ഈ ഭാഗം പോലെ അങ്ങോട്ട് നല്ല മഞ്ഞും നല്ല തണുപ്പുമായിരിക്കും. അത് പ്രധാനമായിട്ട് ഈ താഴെ കണ്ട വളവ് മുതലാണ് അനുഭവപ്പെടുക. ഇവിടുന്ന് മുൻപോട്ട് ചെല്ലുമ്പോഴുള്ള സ്ഥലമാണ് അയ്യകാട്. ഈ കാണുന്ന ഭാഗം ഒരു കാർ കത്തുന്ന സ്പോട്ടാണ്. എൻ്റെ അറിവിലൊരു 3 വണ്ടിയെങ്കിലും ഇവിടെ കത്തിയിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് നാടുകാണി ടാസ്ക് എന്ന് പറഞ്ഞ കോളേജ്. ഈ വളവിന് താഴെയായിട്ടാണ് ഈ പറഞ്ഞ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കോളേജിൻ്റെ തന്നെ ഒരു എക്കോ ഷോപ്പാണ്. ഇവിടുന്ന് താഴേക്ക് പോകുന്ന വഴി കൂടെയും കോളേജിലേക്ക് പോകാം. ഈ താഴേക്കുള്ള വഴി ചെന്ന് അവസാനിക്കുന്നത് ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്ന പെൻ സ്റ്റോക്കിൻ്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആർക്കും തന്നെ പ്രവേശനമില്ല. നമ്മൾ നാടുകാണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നാടുകാണി ചർച്ച്. ഇതിനടുത്തായിട്ടൊരു കപ്പൂച്ചിൻ ആശ്രമവും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രവും ഉണ്ട്. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ 2 വർഷം പഠിച്ച നാടുകാണി ഗവൺമെൻറ് ITI. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കെട്ടിടമൊന്നും അല്ലായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് ഇത്രയും നല്ല കെട്ടിടമൊക്കെ പണിത്. ഇപ്പോൾ പഠിച്ചെടുത്തെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ പോയി കഴിയുമ്പോൾ നല്ല കെട്ടിടം വരും. ITIയുടെ തൊട്ടടുത്തായിട്ടൊരു ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയും ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പവലിലേക്ക്. ഇതാണ് എൻട്രൻസ്. 1966 കാലഘട്ടത്തിൽ പണിതൊരു കെട്ടിടമാണ് ഈ പവലിയൻ. KSEBിയുടെ ഹൈഡൽ ടൂറിസത്തിന് കീഴിലാണ് ഇത് വരുന്നത്. പ്രകൃതിദത്ത കാഴ്ചകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ പാസ് മുഖേനയാണ് സന്ദർശനം. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 100 മീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും മേളിലുണ്ട്. കയറി വരുമ്പോൾ തന്നെ കുറച്ച് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പിഴയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത് രാവിലെ 9 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. ടിക്കറ്റ് സംവിധാനം ഓൺലൈൻ ആണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് നേരിട്ടെടുക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഹൈഡൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടുകാണി പവലിയൻ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലാണ് നാടുകാണി പവലിയൻ സ്ഥിതി ചെയ്യുന്നത്. 2 നിലകളിലായിട്ട് പണിതിട്ടുള്ള ഈ കെട്ടിടം 1966 KSEB നിർമ്മിച്ചത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ മൂലമറ്റം ടൗണ്, സ്വിച്ച് യാർഡ്, ഇടുക്കി പദ്ധതിയുടെ ഭാഗമായിട്ട് പുറന്തള്ളുന്ന കനാലിലൂടെ ഒഴുകുന്ന വെള്ളം,
പിന്നീട് മലങ്കര ജലാശയമായിട്ടും അവിടുന്ന് അത് തൊടുപുഴ മൂവാറ്റുപുഴയാറായിട്ട് പരിണമിക്കുന്നതും ഇവിടുന്ന് കാണാൻ പറ്റുന്നു. ഇതാണ് താഴത്തെ നില. ഇവിടെ ഇരിക്കാൻ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇടത്ത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ മലയാണ് പൊട്ടമ്പടി മല. സ്റ്റെപ്പുകൾ കയറി മുകളിലേക്കല്ല. ഇവിടെയും വിശ്രമിക്കാനും ഇരുന്ന് കാഴ്ചകൾ കാണാനും ധാരാളം ചെയറുകൾ ഇട്ടിട്ടുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. മഴക്കാലമായാൽ മഞ്ഞ് കാരണം കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ സ്വിച്ച്. അതിന് തൊട്ടപ്പുറത്തേക്ക് കാണുന്നതാണ് മൂലമറ്റം ഭാഗം. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ എറണാകുളം വരെ കാണാം എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് എറണാകുളത്തുള്ള ഫാക്ടറിയുടെ പുകക്കുഴലിലെ അതൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മലങ്കര ജലാശയത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അവിടെയും ഒരു ഡാം കെട്ടി വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അത് ചെറിയ തോതിലാണെന്ന് മാത്രം. പവലിയന് തൊട്ടടുത്തായി കുട്ടികൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം തന്നെയുണ്ട്. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. ഏകദേശം 10-60 കൊല്ലത്തെ പഴക്കമുള്ളൊരു കെട്ടിടമാണിത്. കൃത്യമായിട്ടൊരു മെയിൻ്റനൻസ് കൂടെ നടന്നാൽ ഇത് നല്ല അടിപൊളിയാണ്. നിങ്ങൾ താമസ സൗകര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് കാനനം എന്നൊരു റിസോർട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻബർഗ് റിസോർട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് ബസ്സിനാണ് വരുന്നതെങ്കിൽ തൊടുപുഴയിൽ നിന്ന് കട്ടപ്പന ബസ് കയറി നാടുകാണിയിൽ ഇറങ്ങിയാൽ മതി. ഇതിന് തൊട്ടടുത്തായി ഭക്ഷണ സൗകര്യമൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അണ്ണാച്ചിവളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഹോട്ടലുണ്ട്. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുളമാവായി, അവിടെയും ഹോട്ടലുകളുണ്ട്. പവലിയന് തൊട്ടടുത്തായി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് തുമ്പിച്ചിമല, കുളമാവ് ഡാം എന്നീ സ്ഥലങ്ങൾ. മൂലമറ്റത്തിൻ്റെയും സ്വിച്ച് കാഞ്ഞാർ, കൊടിയത്തൂർ എന്നീ സ്ഥലങ്ങളുടെയും ഒരു വിദൂര ദൃശ്യം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ പവലിയൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.